അനുമോളെ വെട്ടിക്കീറി അടുപ്പിൽ വെച്ച് വേറെ ആരുമല്ല, മുൻ ബിഗ് ബോസ് താരമായ സുചിത്ര നായർ തന്നെ. നമുക്കറിയാം, ബിഗ് ബോസിലെ പോലെ തന്നെ അനുമോള് കുക്ക് വിത്ത് കോമഡി എന്നുള്ള ഷോയിലും തകർത്തുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസിലെ തന്നെ കണക്ക് തന്നെ എല്ലാവരും ഈ ഷോയിലാണെങ്കിലും അനുമോളെ തന്നെയാണ് ടാർഗറ്റാക്കി വെച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം, അനുമോള് കിച്ചണിൽ കയറിയാൽ പിന്നെ ഒന്നും നോക്കണ്ട, അടിപിടി ബഹളം ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കൊരു തിരിച്ച് റിയാക്ഷൻ കിട്ടുന്നയാളെ ചൊറിയുകയും ഞോണ്ടുകയൊക്കെ ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ. അതുകൊണ്ട് അനുമോള് തന്നെയാണ് ഇവിടെയും എന്താ പറയുക, ഇരയാക്കപ്പെട്ടിരിക്കുന്നത്. അനുമോള് ഞോണ്ടിയാലേ കണ്ടന്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും അനുമോളെ തന്നെയാണ് ഈ കുക്ക് വിത്ത് കോമഡി എന്ന് പറഞ്ഞ ഷോയിലും ഞോണ്ടുകയും ചൊറിയുകയൊക്കെ ചെയ്യുന്നത്. അതിനുള്ള കറക്റ്റ് റിയാക്ഷൻ അനുമോള് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഷോ ഇപ്പോൾ സീരിയസ് ആയി എടുക്കുകയാണെങ്കിലും അനുമോളെ പലരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ സാബുമോൻ്റെ ടാർഗറ്റ് പോലും അനു ആണെന്ന് കൃത്യമായി ആ ഷോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുമാത്രമല്ല, ഇപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് അനുമോളെ വെട്ടി കീറി അടുപ്പിൽ വെച്ചു എന്ന് പറഞ്ഞല്ലോ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇന്നലെ ഈ പറഞ്ഞ പോലെ തന്നെ ഷോ തുടങ്ങുമ്പം അനുമോളുടെ കുറച്ച് തള്ളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അനു ഒന്ന് കാര്യമായിട്ടൊന്ന് തള്ളി വന്നതായിരുന്നു. കാരണം എന്ന് വെച്ചാൽ, ഇപ്പം ഈ ഒരു ഷോയ്ക്ക് ശേഷം അനുമോളെ കുറേ ഹോട്ടലുകാരൊക്കെ വിളിച്ചു എന്ന്, ഷെഫായിട്ട് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അനു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഗ്യാസ് തീർന്നതുകൊണ്ട് അനുവിനെ കുറേ ഹോട്ടലുകാർ വിളിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചോദിക്കും അതെന്താ? അപ്പോൾ സുചിത്ര പറയുന്നതാണ് വെട്ടിക്കീറി അടുപ്പിൽ വെക്കാമെന്ന്. ശരിക്കും പറഞ്ഞാൽ കുറേ ഹോട്ടലുകാർ അവളുടെ കൈപ്പുണ്യം കൊണ്ട് വിളിച്ചു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അതിന് പകരം ഗ്യാസ് തീർന്നതുകൊണ്ട് അനുവിനെ വിളിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ അതിന് ഈ കൗണ്ടറല്ലാതെ പിന്നെ എന്താ പറയാൻ പറ്റുക? പിന്നെ അനുവിൻ്റെ തള്ളിന് ഷെഫ് നളനും മറുപടി കൊടുക്കുന്നുണ്ട്. കാരണം അനുവിനെ വിളിച്ചത് പുട്ടുകടയിലേക്കാണ്, കാരണം അമ്മാതിരി തള്ളല്ലേ എന്ന് ഷെഫ് നളനും പറയുന്നുണ്ട്. അപ്പോൾ ഷോ ഏതായാലും കണ്ടന്റ് കൊടുക്കാൻ അനുമോളെ കഴിഞ്ഞേ ആളുള്ളൂ.